റാപ്പർ വേടൻ ഇച്ചിരി കഞ്ചാവായിട്ട് ആ ചെറുകനെ പിടിച്ചു. അവന്റെ കയ്യിൽ നിന്ന് പിടിച്ച ക്വാണ്ടിറ്റി വെച്ച് സാധാരണ സ്റ്റേഷനിൽ കൊണ്ടുപോയി എഴുത്തും കുത്തും കഴിഞ്ഞ് ജാമ്യം തന്നു വിടത്തേ ഉള്ളൂ. 1 കിലോ താഴെ പിടിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇതിപ്പോ ഇവനെ 4 പേർക്ക് അറിയാവുന്നത് കൊണ്ട് അവന്റെ വീട്ടിൽ നിന്ന് മഴ കണ്ടെന്നു. ഇത് ഹനുമാന്റെ ഗതയൊന്നും അല്ലല്ലോ. പിന്നെ ഏതോ ഒരുത്ത മാല ഇട്ട് കൊടുത്തു, ഫാൻ ബോയ്. പുലിയുടെ പല്ല്, ആനയുടെ പറ കിട്ടിയില്ല ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പൊ ആ ചെറുക്കനെ ഫോറസ്റ്റുകാർ എടുത്തുകൊണ്ട് പോയേക്കോ. ഇതൊക്കെ സംഭവിച്ചാൽ ഈ ഫോറസ്റ്റ് കൊണ്ടുപോയി എഴുത്തും കുത്തും കഴിഞ്ഞിട്ട് പറഞ്ഞു വിടത്തേ ഉള്ളൂ. ചെറുക്കൻ തിരിച്ചു വരും, മുന്നോട്ട് തന്നെ പോകും. അവനെ ഇഷ്ടപ്പെടുന്നവരാ കൂടുതലും ഉള്ളത്. പിന്നെ മാധ്യമങ്ങൾക്കും ചില ഉദ്യോഗസ്ഥർക്കും ആൾക്കാരെ പിടിക്കും. ഇതൊരു രസമാണ്. കഞ്ചാവ് വീച്ചുന്ന വലിയ കാര്യമൊന്നുമല്ല, അത് അടിക്കുന്നതും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ രാസലഹരിക്കാണ് ഇയാളിൽ നിന്ന് പിടിച്ചത്. രാസലഹരിക്കെതിരെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള വലിയ പ്രക്ഷോഭം ഉണ്ടാക്കേണ്ടത്. ഇതിനേക്കാൾ വലിയ അപകടത്തിലാണ് ഞാൻ പെട്ടത്. എന്നിട്ടും എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, എന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. പക്ഷെ വേടനെ അപേക്ഷിച്ചിടത്തോളം അങ്ങനെയല്ല. എല്ലാവർക്കും അദ്ദേഹത്തെ ഇഷ്ടമാണ്. ഇന്ന് തന്നെ ന്യൂസിൽ വന്ന പലരും തിരുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഞാൻ ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഉദാഹരണം പിടി. കഞ്ചാവുമായി ബന്ധപ്പെട്ടൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ഈ കഞ്ചാവിനെ ലോകത്ത് പല പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളും വികസിത രാഷ്ട്രങ്ങൾ തന്നെ ഒരു ലഹരിയായി, വലിയൊരു ലഹരിയായി കാണുന്നില്ല. ഇപ്പോൾ ഒരു വലിയ ഒരു ഡ്രഗായിട്ടല്ല പിന്നെ കഞ്ചാവിനെ കാണുന്നത്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. അമേരിക്കയിലെ എത്ര പ്രധാനപ്പെട്ട സ്റ്റേറ്റുകൾ ഇൻക്ലൂഡിംഗ് വാഷിംഗ്ടൺ DC ഇത് ലീഗലൈസ് ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, 7 ഗ്രാം നിങ്ങൾക്ക് കൈവയ്ക്കാം, 7 ഗ്രാം നിങ്ങൾക്ക് കൈവയ്ക്കാം, 4 ചെടികൾ വളർത്താം. അമേരിക്കയിലെ നിയമമാണ്. ഇത് തന്നെ യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളുണ്ട്. കാനഡയിലുണ്ട്, ഉറുഗ്വേയിലുണ്ട്. ഉറുഗ്വേയിലൊക്കെ 40 ഗ്രാം വരെ കയ്യിൽ വെക്കാം. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇതൊരു ഓർഗാനിക് ആയിട്ടുള്ള ലഹരിയായിട്ടാണ് ലോകം അതിനെ വീക്ഷിക്കുന്നത്. പല തരത്തിലുള്ള മാറ്റങ്ങൾ കഞ്ചാവിന്റെ കാര്യത്തിൽ ലോകത്തിന് പല സമീപനങ്ങളാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ കഞ്ചാവ് വേട്ട എന്ന് പറയുന്നത് കേരളത്തിലൊക്കെ എത്ര കാലമായിട്ട് കഞ്ചാവുണ്ട്. കഞ്ചാവ് എന്ന് മാത്രമല്ല, കഞ്ചാവ് കൃഷി എത്ര വനപ്രദേശങ്ങളിൽ നടക്കുന്നുണ്ട്, എത്ര ഹിൽ സ്റ്റേഷനുകളിൽ നടക്കുന്നുണ്ട്. ഒരു പ്രദേശത്ത് പോയാൽ ഒരു 10-20 കടകൾ എടുത്താൽ ഏതെങ്കിലും ഒരു കടയിൽ കഞ്ചാവ് വിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട വയലൻസുകളൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ കഞ്ചാവിനെ ന്യായീകരിക്കുകയാണെന്ന് വിചാരിക്കേണ്ട. പക്ഷേ പ്രശ്നം പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കഞ്ചാവ് വേട്ടയാണ്. കഞ്ചാവ് വേട്ടയാണോ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ സംസ്ഥാനത്തെ? ഷൈൻ ടോം ചാക്കോയുടെ കേസ് വളരെ സീരിയസാണ്. കാരണം വിൻസി എന്താ പറഞ്ഞത്? ഒരു വൈറ്റ് പൗഡർ തുപ്പുന്നത് കണ്ടു എന്നാണ് പറഞ്ഞത്. രാസലഹരിയാണ് ഈ സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അതിനെതിരെയാണ് നമ്മൾ പോരാട്ടം നടത്തേണ്ടത്. അതിനെതിരെയാണ് ഞാൻ കേസ് നടത്തേണ്ടത്. അപ്പം ഇത്രയൊക്കെ ഉള്ള കാര്യം, വലിയ കാര്യമൊന്നുമില്ല. വേടാ, നോവുകളെല്ലാം നീ മറക്കും, ബുദ്ധനായി നീ വീണ്ടും പിറക്കും. ബുദ്ധനായി നീ വീണ്ടും പിറക്ക്. ആഴിയിൽ വീണല്ലോ ഉരുക്ക്, ആയുധമായി ഒരു വെടുക്ക്.